വർഷം മുഴുവൻ മാമ്പഴ പുളിശ്ശേരി കൂട്ടണമെങ്കിൽ മാമ്പഴം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇത് നാട്ടുമാങ്ങയാണ്. നാട്ടുമാങ്ങ തൊലി കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള തൊലിക്കകത്ത് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറേശ്ശെ ഇട്ടാൽ മതി. കുറേശ്ശെ ഇട്ട് നല്ലപോലെ ഇളക്കി വറ്റിച്ച് വെച്ചിരുന്നാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. ഇത് കുറച്ചേ ഉള്ളൂ, മാങ്ങ തീരാറായി, കുറച്ചേ ഉള്ളൂ. ഇത് 2 പ്രാവശ്യത്തേക്കേ ഉള്ളൂ എനിക്ക്. എന്നാലും ഞാനിതൊന്ന് കാണിക്കാനായിട്ട് വെച്ചത്. ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല. ഫ്രീസറിൽ വെച്ച് വർഷങ്ങളോളം എടുക്കണമെങ്കിൽ ഇതിനകത്ത് ശർക്കര കൂടെ ഇട്ട് നല്ലപോലെ വറ്റിച്ചാൽ ഇത് നല്ലപോലെ വറ്റിക്കും. ഇത് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ തണുത്തിട്ട് ഇത് ഗ്ലാസ് ഭരണിക്കകത്തിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക്കിനകത്ത് ദയവ് ചെയ്തൊന്നും സൂക്ഷിക്കാതിരിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാം ക്യാൻസർ വരാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് പ്ലാസ്റ്റിക്. അതുകൊണ്ട് നിങ്ങളിത് ചില്ല് ഭരണിക്കകത്തിട്ട് വെക്കുന്നതാണ് നല്ലത്.